ഹായ് ഓൾ, എക്സാംസൊക്കെ ഇങ്ങനെ എത്തിയല്ലേ? നിങ്ങൾ അടുത്തൊരു ലെവൽ, അതായത് 10th എഴുതിയതിനെല്ലാം ചേഞ്ച് ആയിട്ട് പുതിയൊരു സ്ട്രീമിലേക്ക് വന്നുള്ള എക്സാമാണ് നിങ്ങളുടെ പബ്ലിക് എക്സാമാണ്, +1 എക്സാം അല്ലേ? കാര്യം ഇത്രയും നാൾ പഠിച്ച ചാപ്റ്റേഴ്സ് അല്ല. കാരണം 10th നമുക്ക് വളരെ കുറച്ച് ചാപ്റ്റേഴ്സ് പഠിക്കാനുള്ളൂ, 5-6 ചാപ്റ്റേഴ്സ് മതിയായിരുന്നു. +2 വന്നപ്പോൾ നമുക്ക് ചിലർക്ക് മീഡിയം മാർക്കാണ്, ഫുൾ ഇംഗ്ലീഷിൽ പഠിക്കാനുള്ളതാണ്. അത് മാത്രമല്ല NCERT സിലബസ് ആണ്, ചാപ്റ്റേഴ്സിൻ്റെ എണ്ണം കൂടി, കണ്ടൻറ്റ് കൂടി, അതിനൊക്കെ പുറമേ നമ്മുടെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് മാറി. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ടെൻഷൻസ് ഉണ്ടാക്കുന്നുണ്ടാകും. ആ എല്ലാ ടെൻഷൻസ് കൂടെയാണ് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മുടെ പബ്ലിക് എക്സാം ഉടനെ അറ്റൻഡ് ചെയ്യാൻ പോകുന്നത് അല്ലേ? അപ്പോൾ ഇവിടെ നിങ്ങൾ പഠിക്കുമ്പോൾ ഇനി ഇതുവരെ, അതായത് പഠിച്ചിട്ട് കുറച്ച് ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല, ഒത്തിരി ഡെറിവേഷൻസ് ഉണ്ട്. നമ്മുടെ 10th പോലെയല്ല, ഓരോ ചാപ്റ്ററിലും എന്ത് ചെയ്യുന്നുണ്ട്, നമുക്ക് ഡെറിവേഷൻസ് വരുന്നുണ്ട്. ആ ഒരു സ്കീമിലേ അല്ല നമ്മളിനി എന്ത് ചെയ്യുന്നത്, +1 ഇത്രയും നാൾ പഠിച്ചത് അല്ലേ? അപ്പോൾ മോഡലിൽ നിങ്ങൾ ഒരു സെറ്റ് നിങ്ങൾക്ക് എഴുതിയപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രീതി നിങ്ങൾക്ക് മനസ്സിലായി കാണും, എങ്ങനെയാണ് ക്വസ്റ്റ്യൻ പാറ്റേൺ വരുന്നതെന്നും എങ്ങനെയാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ടതെന്നും. അപ്പോൾ ഇതുവരെയും പഠിച്ചു തുടങ്ങിയില്ല, ഞാൻ കുറച്ച് ഇനിയും പഠിക്കാനുണ്ട്. ഈ 14 ചാപ്റ്റർ പഠിക്കണോ മിസ്സേ എന്ന് ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. കാര്യം ഇത്രയും ഇനി കുറച്ച് സമയത്തിൽ നമുക്ക് ഈ 14 ചാപ്റ്റേഴ്സ് കവർ ചെയ്ത് വരാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും അല്ലേ? അപ്പോൾ അത് മാത്രമല്ല, എല്ലാം പഠിച്ചവർ, കാര്യം നമ്മൾ 10th ആണെങ്കിൽ ഈ 6 ചാപ്റ്റർ ഫുള്ള് പഠിക്കാൻ നമുക്ക് വളരെ എളുപ്പമായിരുന്നു. +1 വരുമ്പോഴത്തേക്കും ഈ പറഞ്ഞ പോലെ നമ്മുടെ ലാംഗ്വേജിന് വളരെ പ്രശ്നം വരും, മീഡിയം ഓഫ് കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ ആ ഒരു എഴുത്തിന് വളരെ ബുദ്ധിമുട്ട് വരുന്നുണ്ട്. അതുപോലെ പഠിക്കാൻ ഒരുപാട് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റേഴ്സുമാണ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു ഷോർട്ട് ടൈമിൽ നിങ്ങൾ പഠിക്കുന്നത് എല്ലാം പഠിച്ചു കഴിഞ്ഞവരായാലും ഇനി പഠിക്കാൻ പോകുന്നവരായാലും നമ്മൾ ഓരോ ചാപ്റ്റേഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അവരുടെ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ സെറ്റ് ചെയ്യണം. അതായത് എത്രയാണ് നമുക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിരിക്കുന്ന ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നതെന്നുള്ള ഒരു ഇത് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ആ ചാപ്റ്റർ പഠിക്കാൻ. വെറുതെ നമ്മളൊരു 4 ചാപ്റ്റർ മാത്രം പഠിച്ചിട്ട് എക്സാമിന് പോയി എഴുതാം, അത് ഞാൻ പാസ്സാവും എന്നുള്ളൊരു കൺസെപ്റ്റ് നിങ്ങൾ മനസ്സിൽ വെക്കരുത്, അത് നടക്കില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് നമ്മുടെ 14 ചാപ്റ്റേഴ്സിലും ഓരോ ചാപ്റ്ററിലും നമ്മുടെ എക്സാമിന് എത്ര മാർക്കിനാണ്, അതായത് മോഡലിനും പ്രീവിയസ് ഇയറിനും ഒക്കെ +1 എക്സാമിന് എത്ര മാർക്കിനാണ് നമുക്ക് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, +1 +2 കമ്പൈൻഡ് ആയിട്ടാണ് നമുക്ക് റിസൾട്ട് വരുന്നത്. അപ്പോൾ +1 ജയിച്ചാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, +2 നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് +1 ഓരോ ചാപ്റ്റേഴ്സ് എടുക്കുക, ആ ചാപ്റ്റേഴ്സിന് ഞാൻ എത്ര മാർക്കിനാണ് നമുക്ക് ചോദിക്കുന്നതെന്ന് പറഞ്ഞു തരാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ്, അത്യാവശ്യം എളുപ്പമുള്ള ചാപ്റ്ററാണ് യൂണിറ്റ് ആൻഡ് മെഷർമെൻറ്റ്സ് എന്ന് പറയുന്നത്. അതിന്ന് ഇതുവരെയും ചോദിച്ചിരിക്കുന്ന മാർക്സിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത് 3 to 5 മാർക്സിനാണ്. അടുത്ത ചാപ്റ്ററിൽ വന്നാലോ, മോഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ, അത് അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻറ്റ് ചാപ്റ്ററാണ്, 5 to 8 മാർക്സിനാണ് അതിനകത്ത് നമുക്ക് ഇതുവരെയും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. അതുപോലെ മോഷനിനെ പ്ലെയിൻ ചോദിച്ചിട്ടുണ്ട്, അതും ഇതേ ഇമ്പോർട്ടൻസ് കൊടുത്ത് നിങ്ങൾ പഠിക്കുക. അതൊന്നും ചോദിച്ചിരിക്കുന്നത് എത്രയാണ്, 6 to 8 മാർക്സിനാണ് പ്രീവിയസ് ഇയറിലും മോഡലിലും എല്ലാം ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇനി 4th ചാപ്റ്ററിലാണെങ്കിലോ ലോസ് ഓഫ് മോഷൻ, അതിന്ന് 5 to 8 മാർക്സ്, വളരെ ചെറിയ ചാപ്റ്റർ, പക്ഷേ അതിനകത്ത് നിന്ന് എത്ര മാർക്കിന് ചോദിക്കാം, 5 to 8 മാർക്സിന് വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ, വർക്ക് എനർജി ആൻഡ് പവർ, അത് കമ്പാരിറ്റീവ്ലി ഒരു സ്മോൾ ചാപ്റ്ററാണ്. അതിന്ന് 4 to 6 മാർക്സിനാണ് ചോദിക്കുന്നത്. അതിൽ കൂടുതലും പ്രോബ്ലംസ് ആയിരിക്കും, പവറിൻ്റെയും വർക്കിൻ്റെ എനർജിയുടെയൊക്കെ ഇക്വേഷൻസ് നമ്മൾ എന്ത് ചെയ്യുക, ബൈ ഹാർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന പ്രോബ്ലംസ് ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ, സിസ്റ്റം ഓഫ് പാർട്ടിക്കിൾസ് ആൻഡ് റൊട്ടേഷണൽ മോഷൻ, അതിനകത്ത് നിന്ന് 3 to 6 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. നെക്സ്റ്റ് വൺ ഗ്രാവിറ്റേഷൻ, അതാണ് നമുക്ക് ഇഷ്ടമുള്ള ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ. അതിനകത്ത് നിന്ന് എത്രയാണ്, 4 to 8 മാർക്സിന് ചോദിക്കും. സിമ്പിളാണ്, പക്ഷേ നല്ലൊരു ചാപ്റ്റർ, അത് 4 to 8 മാർക്സിന് ചോദിക്കുന്നൊരു ചാപ്റ്ററാണ് ഗ്രാവിറ്റേഷൻ എന്ന് പറയുന്നത്. ഇനി 8th ചാപ്റ്ററിലേക്ക് പോയാലോ, മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സോളിഡ്സ് എന്ന് 2 to 4 മാർക്സിനാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നത്. അത് അത്യാവശ്യം നമുക്ക് വളരെ ചെറിയൊരു ചാപ്റ്ററാണ്. നെക്സ്റ്റ് വൺ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്, അത് പക്ഷേ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്ററാണ്. 6 to 9 മാർക്സ് വരെ, അത് ഏറ്റവും 9 മാർക്സ് വരെയുള്ള ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ഒരു ചാപ്റ്റർ ആയതെന്ന് പറയുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ തെർമൽ പ്രോപ്പർട്ടീസ് ഓഫ് മാറ്ററിന് 2 to 4 മാർക്സിന് മാത്രം, അതായത് നമുക്ക് ഏതെങ്കിലും ഒരു 1 വേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ ഒരു പ്രോബ്ലമോ ആയിരിക്കും നമുക്ക് ആ ചാപ്റ്ററിൽ നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത്. നെക്സ്റ്റ് ചാപ്റ്റർ ഏതാ, തെർമോഡൈനാമിക്സ്, അതൊന്നും 2 to 5 മാർക്സ് വരെയാണ് ചോദിക്കുന്നത്. നെക്സ്റ്റ് വൺ കൈനറ്റിക് തിയറി, 2 to 4 മാർക്സ്. കൈനറ്റിക് തിയറിയും ഈ പറയുന്ന പോലെ പ്രോബ്ലം സെക്ഷനിലായിരിക്കും കൂടുതലും വരുന്നത്. പിന്നെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ, ഗ്രാഫ്സ് ചോദിക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും കൈനറ്റിക് തിയറി എന്ന് വരുന്നത്. 2 to 4 മാർക്സ് ആണ്. ദെൻ നെക്സ്റ്റ് വൺ ഓസിലേഷൻ, അതൊന്നും ചോദിക്കാവുന്നത് 2 to 5 മാർക്സിനാണ്. അതായത് സിമ്പിൾ ഹാർമോണിക് ഓസിലേഷനും അതിൻ്റെ ഇക്വേഷൻസ് ഡിറൈവ് ചെയ്യാനും ഒക്കെ ഉള്ള കുഞ്ഞു കുഞ്ഞു ക്വസ്റ്റ്യൻസ് ആയിട്ട് ഏതാ ഓസിലേഷൻസ് നിന്ന് 2 to 5 മാർക്സിനാണ് ഇതുവരെയും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള വേവ്സ് എന്നും 2 to 5 മാർക്സിനാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് മാത്രം പഠിക്കാം എന്ന് ഉദ്ദേശിക്കുന്നവർ എന്ത് ചെയ്യുക, നമ്മുടെ
ഫസ്റ്റ് അതായത് മോഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈൻ പഠിക്കുക, മോഷൻ ഓഫ് പ്ലെയിൻ പഠിക്കുക, ലോസ് ഓഫ് മോഷൻ പഠിക്കുക, പിന്നെ ഏതാ മെക്കാനിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലൂയിഡ്സ്. ഇതൊക്കെ വളരെ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. ഇതൊക്കെ ഹൈ മാർക്ക് സ്കോർ, അതായത് നമ്മുടെ മോഡലിനും പ്രീവിയസ് ഇയറിലും ഒക്കെ നന്നായിട്ട്, അതായത് 9 മാർക്സ് വരെ അല്ലെങ്കിൽ അപ് ടു 8-9 മാർക്സ് വരെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുന്ന ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ഈ ഒരു സ്കീം അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു നമ്മുടെ വെയിറ്റേജ് അനുസരിച്ചിട്ട് വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓരോ ചാപ്റ്റർ സെലക്ട് ചെയ്യുക, അത് പഠിക്കുക. ബാക്കിയുള്ള ചാപ്റ്ററിന് അതായത് 2 മാർക്സ് അല്ലെങ്കിൽ 4 മാർക്സ് റേഞ്ചിൽ വരുന്ന ചാപ്റ്റേഴ്സ് അതൊക്കെ വേണമെങ്കിൽ ഈ ലാസ്റ്റ് മിനിറ്റ് നമുക്ക് മാറ്റി വെക്കാം. പഠിക്കേണ്ട എന്നല്ല, പഠിക്കാൻ പറ്റുന്നവർ മാക്സിമം ചാപ്റ്റേഴ്സ് പഠിക്കുക. ആ ചാപ്റ്റേഴ്സ് പഠിച്ച് എല്ലാ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യാൻ നോക്കുക. ഇനി പറ്റുന്നില്ല, എന്നെക്കൊണ്ട് പറ്റില്ല, ഈ 14 ചാപ്റ്റർ പറ്റില്ല എന്ന് തോന്നുന്നവർ നമ്മുടെ വെയിറ്റേജ് നോക്കി, ഈ പറഞ്ഞ വെയിറ്റേജുകളെല്ലാം നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ആ വെയിറ്റേജ് നോക്കി വേണം നിങ്ങൾ എന്ത് ചെയ്യാൻ, ഓരോ ചാപ്റ്റേഴ്സും സെലക്ട് ചെയ്യാനും പഠിക്കാനും. ഓക്കെ, അപ്പോൾ മാത്രമല്ല എക്സാം എഴുതുമ്പോൾ ഇനി നമ്മുടെ +2നും ഇതേ മാർക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്യാരി ഫോർവേഡ് ചെയ്യുന്നത്. അപ്പോൾ അതനുസരിച്ച് കാരണം +1ന് പഠിക്കേണ്ട +2ന് പഠിക്കാമെന്ന് വിചാരിക്കരുത്. +1ന് നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റണം. നിങ്ങൾ തന്നെ വിചാരിക്കുക +2ന് കുറച്ചും കൂടെ എന്ത് ചെയ്യും, ഇത് ഈ സബ്ജക്റ്റുകളെല്ലാം ടഫാണ്, ഈ നമ്മുടെ ചാപ്റ്റേഴ്സ് എല്ലാം കുറച്ചും കൂടെ ടഫായിട്ടുള്ള ചാപ്റ്റേഴ്സ് ആയിരിക്കും. അപ്പോൾ മാക്സിമം നമ്മൾ +1ൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ വെയിറ്റേജ് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, ഓരോ ചാപ്റ്റേഴ്സും സെലക്ട് ചെയ്യുക. ഇനി ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്ക് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. എന്നാലും ഒന്നും കൂടെ പറഞ്ഞു തരാണ്. നമുക്കൊരു 1 to 7 വരെയുള്ള ക്വസ്റ്റ്യൻസ് കാണും. പക്ഷേ നിങ്ങൾ എത്ര എണ്ണം അറ്റൻഡ് ചെയ്യാൻ മതി, 5 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്താൽ മതി. ഓരോ ക്വസ്റ്റ്യനും 1 മാർക്ക് വെച്ചിട്ടാണ്. ഇപ്പോൾ നിങ്ങൾക്ക് 1 to 7 ക്വസ്റ്റ്യൻസിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്ത് ചെയ്തു, നമ്മൾ 5 ക്വസ്റ്റ്യൻസ് എഴുതിയുള്ളൂ. പക്ഷേ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അതിൻ്റെ ആൻസറിന് നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസറും കൂടെ നിങ്ങളൊരു എക്സ്ട്രാ എഴുതിയേക്കുക. അഥവാ മറ്റേത് തെറ്റുവാണെങ്കിലും ടോട്ടൽ നമുക്കൊരു 5 ആൻസേഴ്സ് വരാനുള്ള ഇതിൽ എഴുതുക. എന്ന് പറഞ്ഞ് ഒരുപാട് സമയം കളയരുത്. 1 മാർക്കിന് പ്രശ്നമല്ല, നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാം എഴുതാം. അതിന് വളരെ സമയം എടുക്കുന്നില്ലല്ലോ. ഇനി അങ്ങോട്ടുള്ള ക്വസ്റ്റ്യൻസിന് നിങ്ങൾക്ക് ഡൗട്ട് തോന്നിയിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും എഴുതാൻ നിൽക്കരുത്, നിങ്ങൾക്ക് സമയം കിട്ടില്ല. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാ, 8 to 14 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്പേഴ്സിൽ നിങ്ങൾക്ക് എഴുതേണ്ടത് 5 ക്വസ്റ്റ്യൻസ് ആണ്. അതിനും 2 മാർക്സ് വെച്ചിട്ടാണ്. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്സ് വെച്ചിട്ട്. നെക്സ്റ്റ് വൺ 15 to 21 വരെയുള്ള ക്വസ്റ്റ്യൻസിന് 6 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എത്ര മാർക്സ് വെച്ചിട്ടാണ്, 3 മാർക്സ് വെച്ചിട്ടാണ്. ശ്രദ്ധിക്കുക, ആദ്യത്തെ 2 5 ക്വസ്റ്റ്യൻസ് എഴുതിയാൽ മതി. അടുത്ത സെക്ഷൻ വരുമ്പോൾ നിങ്ങൾ 6 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം. അത് നിങ്ങൾ മൈൻഡ് ചെയ്യണം. ആ ഒരു ക്വസ്റ്റ്യൻ എത്ര എണ്ണം അറ്റൻഡ് ചെയ്യണം എന്ന് വായിച്ച് നോക്കി വേണം ചെയ്യാൻ. അതിന് എത്ര മാർക്ക് ചെയ്തതാണ്, 3 മാർക്സ് ആണ് ഒരു ക്വസ്റ്റ്യന് വരുന്നത്. നെക്സ്റ്റ് 22 to 25 വരെയുള്ള ക്വസ്റ്റ്യൻ നമ്പേഴ്സിൽ 3 ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യണം. എത്ര മാർക്സ് വെച്ചിട്ടാണ്, 4 മാർക്സ് വെച്ചിട്ടാണ്. ഇനി 26 to 29 ആണെങ്കിലോ 3 ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യണം, 5 മാർക്സ് വെച്ചിട്ട്. അതായത് നമ്മുടെ essay ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നോക്കി വേണം നിങ്ങൾ എക്സാം എഴുതാൻ. പിന്നെ വെയിറ്റേജ് നോക്കി ചാപ്റ്റേഴ്സ് പഠിച്ചിട്ട് പോവുക. നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈമിൽ ടെൻഷൻ അടിക്കാതെ, നിങ്ങൾക്ക് 15 മിനിറ്റ് കൂൾ ഓഫ് ടൈം ഉണ്ട്. അതിന് ആ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യും, ക്വസ്റ്റ്യൻ പേപ്പർ തിരിച്ച് മറിച്ച് നോക്കി ടെൻഷൻ അടിച്ചിരിക്കേണ്ട. നമ്മൾ ഫ്രഷ് ആയിട്ട് വളരെ കൂളായിട്ടിരുന്നിട്ട് ആദ്യം മുതലേ 1 2 3 എന്ന് പറയുന്ന രീതിയിൽ ക്വസ്റ്റ്യൻ നമ്പേഴ്സ് ഇട്ട് എന്ത് ചെയ്യണം, എഴുതി വരണം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യൻ നമ്പർ എന്ത് ചെയ്യുക, കറക്റ്റ് ഇടുക. നമുക്ക് എത്ര ക്വസ്റ്റ്യൻ അറിയാം എന്നൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, സന്തോഷത്തിൽ ക്വസ്റ്റ്യൻ നമ്പർ ഇടാൻ മറന്നു പോകും. അതുകൊണ്ട് എന്ത് ചെയ്യുക, ക്വസ്റ്റ്യൻ നമ്പറൊക്കെ ഇട്ട് വളരെ നീറ്റായിട്ട് ക്വസ്റ്റ്യൻ നമ്പറും സബ് ക്വസ്റ്റ്യൻ നമ്പറും എല്ലാം ചെയ്ത് നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക. എക്സാമിന് നല്ല മാർക്ക് സ്കോർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.